ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 5 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവനെതിരെ വധശിക്ഷയ്ക്കായി ഒരു കുറ്റവും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവൻ നിരപരാധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആരാണ്? പീലാത്തോസ് പ്രഖ്യാപിക്കുന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആരാണ് ആ മനുഷ്യൻ? ആരാണ് ഈ നിരപരാധി? പാപത്താൽ മലീമസമായ മാനവരാശിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കന്യകയിൽ ജനിച്ച് നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. പാപത്തെയും മരണത്തെയും യേശു ക്രിസ്തു കീഴടക്കി. അതിനാൽ വിശ്വാസത്താൽ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിന് അവകാശിയായി തീരും. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.